ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ ഡിഷാണ്. പൊട്ടാറ്റോ മിൻസ് ബീഫ് ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു കാസറോൾ. ഇത് ബേക്ക് ചെയ്യുന്ന ഡിഷാണ്. ഓവനില്ലാത്തവർക്ക് ഇത് ചട്ടിയിലും ഉണ്ടാക്കാൻ പറ്റും, ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കണ പോലെ. ഇത് ചട്ടിപ്പത്തിരിയിൽ നമ്മൾ മൈദ വെച്ചിട്ട് ഒരു ലെയർ ഉണ്ടാക്കില്ല, അതിന് പകരം ഇവിടെ നല്ല മാഷ് പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടാണ്. ഉള്ളിൽ ബീഫ്, പുറത്തും അടിയിലും മാഷ് പൊട്ടാറ്റോ. ഇത് നല്ല സാലഡിനായിട്ടൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഡിഫറെൻറ്റ് ഡിഷ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 750 ഗ്രാംസ് മിൻസ്ഡ് ബീഫാണ്. ഒരു ബൗളിലേക്ക് ചേർത്തു. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ പേസ്റ്റ് ആക്കിയതാണ്. 1/2 ടീസ്പൂൺ വിനെഗർ, പിന്നെ 2-3 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്, ഉപ്പിന് വേണ്ടി. വേറെ ഉപ്പ് ചേർക്കണില്ല. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ മാഷ് പൊട്ടാറ്റോ ലെയറിന് വേണ്ടിയിട്ട് ഒരു 8-9 പൊട്ടാറ്റോ, ഈ സൈസ് ആണെങ്കിൽ 8-9, വലിയ പൊട്ടാറ്റോ ആണെങ്കിൽ ഒരു 5-6 എണ്ണം മതിയാവും. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ബൗളിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മൈക്രോവേവിൽ ഹൈ ഹീറ്റിൽ 12 മിനിറ്റ്സ് വെച്ചാൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വല്ലതും സ്റ്റീം ചെയ്തെടുത്താൽ മതി, ഒന്ന് ഉടയ്ക്കാൻ പാകത്തിൽ ആക്കിയാൽ മതി. പിന്നെ വേണ്ടത് ഒരു 1-1.5 കപ്പ് ചുവന്നുള്ളി. ഒരു വലിയ ബോൾ വരും. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കൊത്തി അരിയണം. ഒരു പുതിയ ടൂൾ കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ചോപ്പർ. നല്ല സുഖമാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ. കണ്ട, നന്നായി കൊത്തി അരിഞ്ഞ് കിട്ടിയില്ലേ? അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഒരു 3 വലിയ ടേബിൾ സ്പൂൺ, നല്ല ഹീപ്റ്റായിട്ടുള്ള ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ് ഇതുപോലെ എടുക്കണം. പിന്നെ ഇഞ്ചിയും കൂടി വേണം. ഇഞ്ചി ഒരു വലിയ ടേബിൾ സ്പൂൺ മതിയാവും. അപ്പം നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 ഇൻഗ്രീഡിയൻസും ചോപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുക്ക് ചെയ്ത പൊട്ടാറ്റോവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റീം ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം, വെള്ളത്തിലിട്ട് പുഴുങ്ങിനേക്കാളും. ഈ ഡിഷിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഇങ്ങനെ സോഫ്റ്റായി കിട്ടിയാൽ മതി. അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ഇതുപോലത്തെ പാനിൽ നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. ഇതിലേക്ക് ആദ്യം കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ പല സ്റ്റേജായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നോക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കറുത്തു പോകും. ഗോൾഡൻ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങനെ മാറ്റി കോരി വേറെ ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കണം. ആ എണ്ണയിൽ നിന്ന് ബാക്കിയുള്ള വെളുത്തുള്ളിയുടെ തരികളൊക്കെ മാറ്റി, ഇതിൽ നിന്ന് കൂടുതൽ ഭാഗം എണ്ണ നമുക്ക് മാറ്റാം. ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കി നിർത്തിയാൽ മതി. ആ മാറ്റിയ എണ്ണ നമുക്ക് പിന്നെ ആവശ്യം വരും കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ നല്ല ഗാർലിക് ഫ്ലേവർഡ് ഓയിലിൽ നമുക്ക് കൊത്തിയരിഞ്ഞ ഉള്ളിയും ഇഞ്ചിയും ഇനി ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കണം. മൂത്ത ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇനി കുറച്ച് സ്പൈസസ് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ അറേബ്യൻ ഡിഷ് ആകുമ്പോൾ നമുക്ക് ഇതിൽ 1/2 ടീസ്പൂൺ ഓൾ സ്പൈസ് പൊടി ചേർക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അറബിക് മസാല ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. സ്പൈസസ് ഒക്കെ ഒരു മൂത്ത മണം വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി
ഇൻഗ്രീഡിയൻസും ഈ വഴറ്റിയ ഇൻഗ്രീഡിയൻസും കൂടി മാറ്റി വയ്ക്കാം. പാൻ ഒന്ന് നന്നായി തുടച്ച് ക്ലീനാക്കി ഇനി ഇതിലേക്ക് ആ മാറ്റി വെച്ച ഗാർലിക് ഓയിലിൽ നിന്ന് പകുതിയിൽ കുറച്ച് കുറവ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഓവനും പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 200°C പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഈ ഗാർലിക് ഓയിലിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മിൻസ് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയത്ത് 2 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണിത്, അതും മിൻസ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിൻസ് ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ മാരിനേറ്റ് ചെയ്ത ആ സോസും എല്ലാം ഒരുപാട് വെള്ളം ഉണ്ടാവും. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ബീഫ് വെന്ത് ഫ്രൈ ആയി വരും. കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് സോയ സോസ് ചേർത്ത കാരണം ഇതിൽ ഉപ്പുണ്ട്, എന്നാലും ടേസ്റ്റ് നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു ഇത്തിരി നനവ് ബാക്കി നിൽക്കണം. അവസാനം നമുക്കിതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഇലകളും പാർസ്ലി ഉണ്ടെങ്കിൽ പാർസ്ലി, സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പും പാർസ്ലി 1/4 കപ്പും അതും കൂടി ചോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ ഫ്രൈ ചെയ്ത ഗോൾഡൻ ഗാർലിക്കും നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളി, ഇഞ്ചി പൊടികളായിട്ടൊക്കെ വഴറ്റിയത് അതും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫിന് നല്ല ഫ്ലേവർ ആവും. ഇപ്പോൾ കണ്ട ചെറിയ നനവ് ബാക്കി നിൽക്കണം. ഒരുപാട് ഡ്രൈ ആക്കി കളയരുത്, ടേസ്റ്റ് കുറയും നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയനും പാർസ്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. പാർസ്ലി ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, സ്പ്രിംഗ് ഓണിയൻ്റെ ഇലകൾ മാത്രം മതി. അപ്പോൾ ഇത് മാറ്റി വെക്കാൻ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാ. ഇനി ആ ബാക്കിയുള്ള ഗാർലിക് ഓയിൽ മുഴുവൻ നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കണം. പാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ സ്ട്രെയിൻ ചെയ്ത് ആ തരികളൊന്നും പെടാതെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ ആ സ്റ്റീം ചെയ്ത പൊട്ടാറ്റോസ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യാം. ആ ഗാർലിക് ഓയിലിൻ്റെ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടാറ്റോസിന്. അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാൻ. മാഷ് ചെയ്ത പൊട്ടാറ്റോസിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഈ പൊട്ടാറ്റോസിന് നല്ല ഗാർലിക്കിൻ ഫ്ലേവറൊക്കെയാണ്. ഇതും മാറ്റി വയ്ക്കാം. ഇനി ഒരു കാസറോൾ ഡിഷ് എടുക്കാം. അടിയിൽ കുറച്ച് എണ്ണ ഒന്ന് പരത്തി കൊടുക്കാം. പകുതി പൊട്ടാറ്റോ അടിയിലിട്ട് കൊടുക്കാം, പരത്തി കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീഫ് ഫില്ലിംഗ് മുഴുവൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കാര്യം മറന്നു. ഈ ബീഫ് ഫില്ലിംഗ് ബോളിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുട്ടയുടെ വെള്ളം ഒന്ന് അടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ തന്നെ ആ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ആ ഫീലിങ്ങും ഒന്ന് ഫ്ലാറ്റ് ആക്കാം. എന്നിട്ട് ബാക്കിയുള്ള പൊട്ടാറ്റോ മാഷ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടി ഫ്ലാറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലെ ഓവനില്ലെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഇപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കണം അതേ തരത്തിൽ ഒരു ഡീപ്പ് പാനിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം.
പൊട്ടാറ്റോയുടെ മുകളിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ, ഒരു ഡിസൈൻ ഉണ്ടാക്കണം. ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു ടെക്സ്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം, പാനിൽ അടച്ചു വെച്ചിട്ട്. എന്നിട്ടൊന്നു ആയി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മുട്ട നന്നായിട്ട് അടിച്ച് അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കണം. എന്നിട്ട് പിന്നെയും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സെറ്റ് ആവണ വരെ പിന്നെയും കുക്ക് ചെയ്തെടുക്കാം. ഈ ഓവനിൽ വെക്കുമ്പോൾ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇതുപോലെ അവിടെയൊക്കെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തിരുന്നില്ല നേരത്തെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസ്, അതിൽ വെച്ചിട്ട് ഒരു 20-30 മിനിറ്റ് അത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയും ചെയ്യാം, ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ അടുപ്പത്തും വെച്ച് ചെയ്യാം. അപ്പോൾ ഈ അറേബ്യൻ ബീഫ് പൊട്ടാറ്റോ ചട്ടിപ്പത്തിരിയുടെ കൂടെ പൈൻ സീഡ്സ് ഉണ്ടെങ്കിൽ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യാൻ നല്ലതാണ്. ഇതില്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ആയാലും മതി, അല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ആവും ടോപ്പ്. നമ്മൾ ആ പാറ്റേൺ ഇട്ട് കാരണം ബട്ടറൊക്കെ ആ ഓരോ ഡിസൈൻ ആക്കിയതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ആ ബേക്ക് ചെയ്യുമ്പോൾ ഒരു കളർ വരും പൊട്ടാറ്റോയ്ക്ക്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നല്ല സാലഡ്, ഫട്ടൂഷ് സാലഡ് പോലത്തെ സാലഡിനായിട്ട് സെർവ് ചെയ്യാം. അതിൻ്റെ റെസിപ്പി എൻ്റെ ബ്ലോഗിലുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും യോഗർട്ട് സാലഡും ഇതിൻ്റെ സൈഡിൽ നല്ലതാണ്. ഇത് നമുക്കൊരു ചായയുടെ നേരത്തായാലും ഒരു ഡിന്നറായിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് റെസിപ്പീസ് ഇനിയും വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.